ഹലോ. ഓരോ നാട്ടിലും ഓരോ രീതികളാണല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് നോർത്ത് ഈസ്റ്റിലെ കൾച്ചറും ഇവരുടെ ഒരു ഫുഡ് ഹാബിറ്റും ഒക്കെയാണ്. ഇന്നത്തെ വീഡിയോയിൽ അരുണാചൽ പ്രദേശിലെ ഇതോ മിഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൈബിൻ്റെ ട്രഡീഷണൽ വീട് എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടാലോ. ഇക്കാണുന്നതൊക്കെ ഇവരുടെ ഓരോ ഫംഗ്ഷൻസിൻ്റെ സമയത്ത് കൊന്നിട്ടുള്ള മൃഗങ്ങളുടെ തലയാണ് കേട്ടോ. ഇവരുടെ ഒരു മെയിൻ ഫെസ്റ്റിവലാണ് റേ എന്ന് പറയുന്നത്. അതുപോലെ പല ഫെസ്റ്റിവൽസും ഉണ്ട്. അപ്പോൾ ആ ഫെസ്റ്റിവൽസിൻ്റെ സമയത്തും അതുപോലെ വിവാഹം പോലുള്ള സമയത്തും ഒക്കെ ഇവർ കൊന്നിട്ടുള്ള മൃഗങ്ങളുടെ തലയാണ് ഇവിടെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മിഥുൻ്റെ തലയാണ്. അരുണാചലിൻ്റെ സ്റ്റേറ്റ് ആനിമലാണ് മിഥുൻ. നമ്മുടെ പശുവിൻ്റെ ഫാമിലിയിൽ വരുന്നതാണ് മിഥുൻ. എന്നാലും പശുവിനെ പോലെ നമുക്ക് വീട്ടിലൊന്നും ഇതിനെ വളർത്താൻ പറ്റില്ല. ഇതിങ്ങനെ കാട് കയറി നടക്കും. ഇത് മിഷ്മി താക്കിൻ എന്ന് പറഞ്ഞിട്ട് ഈ ആക്കിനെക്കാട്ടിലും ചെറിയൊരു ജീവിയാണ്. അതിൻ്റെ തലയാണ് ഇതെല്ലാം. പിന്നെ ഇതാണെങ്കിൽ മാന്. ഈ മിഷ്മി താക്കിൻ എന്ന് പറഞ്ഞ ജീവിയും മലമ്പ്രദേശങ്ങളിലും മാത്രം കാണുന്നതാണ് കേട്ടോ. അതും കാട്ടിൽ പോയി ഇവർ വേട്ടയാടി പിടിച്ചുകൊണ്ട് വരുന്നതാണ്, അല്ലാതെ ഇതൊന്നും വീട്ടിൽ വളർത്തുന്നതല്ല. ഇത് പിന്നെ ഇവരുടെ ട്രഡീഷണൽ വാളാണ്. ഇതിൻ്റെ പല വീഡിയോസിലും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. ഈ പുരുഷന്മാർ പുറത്തൊക്കെ പോകുമ്പോൾ വാളിങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഇത് ഇവരുടെ ഇതോ മിഷ്മി ട്രൈബിൻ്റെ ട്രഡീഷണൽ ബാഗാണ്. പൈത്തോ എന്നാണ് കേട്ടോ ഈ ബാഗിന് പറയുന്നത്. പിന്നെ ഇതാണെങ്കിൽ കരടിയുടെ രോമം കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ വന്നാലേ കാണാൻ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വന്നിരിക്കുന്ന വീടിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നെയ്യുന്ന പോലെ നെയ്ത് അത് വിരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ ആണെങ്കിലും കൂടുതലും മുള കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ജിബുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതും മിഷ്മി ട്രൈബിൻ്റെ ഒരു ചെറിയ വില്ലേജിൽ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇവർ നമ്മളെ വീടൊക്കെ കാണിച്ചു തന്ന് അതുപോലെ നമുക്ക് ഇവർ ഫുഡും തന്നിട്ടാണ് കേട്ടോ ഇവിടുന്ന് വിട്ടത്.